6 രൂപയുടെ സ്വിച്ച് മാറാൻ ലേറ്റായത് കാരണം 6000 രൂപ വരെ ചിലവാക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പതിവ് പോലെ ട്യൂഷൻ സെൻ്ററിൻ്റെ താഴെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പഠിപ്പിക്കാനായിട്ട് പോയി. തിരിച്ചു വന്ന ഞാൻ കണ്ട കാഴ്ച ഇതാണ്. പ്രതീക്ഷിക്കാതെ പെയ്ത മഴ ഇത്രയും വലിയ പണിയാണ് തരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. താൽക്കാലികമായി ഒട്ടിച്ചുവെച്ചിരുന്ന ഇൻസുലേഷൻ ടേപ്പിനിടയിലൂടെ വെള്ളം മുഴുവൻ അകത്ത് കയറി. അന്ന് രാത്രി ആയപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരനക്കവും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. ഈ 6 രൂപ, നിസ്സാരം 6 രൂപ വില വരുന്ന സ്വിച്ച് മാറാൻ ലേറ്റായത് കൊണ്ട് മഴ തന്ന പണിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം വെയിൽ കൊണ്ടപ്പോൾ ഇത്രയും തിളങ്ങി വന്നിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ ട്രിപ്പും ഡേറ്റും എഴുതി കാണിക്കുന്ന സ്ഥലം സ്റ്റിൽ ഇപ്പോഴും ഓഫാണ്. ബട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ കിലോമീറ്റർ ബാക്കി കാര്യങ്ങളെല്ലാം ഓൺ ആയിട്ടുണ്ട്. ടൈമും കാര്യങ്ങളും എല്ലാം ഓണാണ്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ലൈറ്റ് ഓഫായിട്ടുണ്ട്, ഡിമ്മായിട്ടുണ്ട്. ഒരു വെളിച്ചമില്ല. രാത്രി സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഒന്നും തന്നെ കാണാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ആറ്റിങ്ങിലുള്ള സൂര്യ ടെക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പീഡോമീറ്ററൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും അടുത്ത പണി കിട്ടി. ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ അതിൻ്റെ പിരിയൊക്കെ പോയി ഒരു വിധത്തിൽ ഇളക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ വന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ഇളക്കേണ്ടി വന്നു. ഒരു 100 രൂപ അവിടെ കൊടുക്കേണ്ടി വന്നു. പുതിയ മീറ്ററിൻ്റെ വില ഷോറൂമിൽ തിരക്കിയപ്പോൾ ഏകദേശം 6500 രൂപയാണ് അവർ പറഞ്ഞത്. ഇതെന്തായാലും റെഡിയാവില്ലോ എന്നറിയത്തില്ല. മീറ്റർ എന്തായാലും ഇളക്കി ഞാൻ ഇവരുടെ കൈ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ ഇളക്കി നോക്കിയാൽ സ്ട്രിപ്പ് എന്തോ കട്ടായതാണ്. അത് മാക്സിമം ഒട്ടിച്ച് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഉറപ്പില്ല. എന്തായാലും ഞാൻ അത് റെഡിയായോ ഇല്ല എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അറിയിക്കും.